ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ തന്നെ ലഭിച്ച ഹർഷാരവം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ തന്നെ ഷാഫി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയതാണ്. അതായത് ഇത്രമേൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു വരവേൽപ്പ് അത് ഷാഫിക്കല്ലാതെ മറ്റാർക്കും വടകരയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയണം. ഇത് ബാലുകേറാ മലയൊന്നുമല്ല ഷാഫി എന്ന് വടകരയുടെ മുൻ MP ആയിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളമായിരുന്ന വടകര 2004 അഡ്വക്കേറ്റ് P സതീദേവി 1,32,000 വോട്ടുകൾക്ക് ജയിച്ച വടകരയിലാണ് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ലീഡിനെ മറികടന്നുകൊണ്ട് 56,000 വോട്ടിന് ജയിച്ചത്. 2014 അദ്ദേഹം വിജയം ആവർത്തിച്ചു. 2019 K മുരളീധരൻ അക്രമ രാഷ്ട്രീയത്തിന് എതിരായി അതിശക്തമായ പ്രചരണം നടത്തി അവിടെ വിജയക്കൊടി ആവർത്തിച്ചു. ഇക്കുറി ഷാഫി പറമ്പിൽ തന്നെയാണ്. TPയുടെ വിഷയം വീണ്ടും വീണ്ടും അവതരിപ്പിക്കും എന്ന് ഷാഫി പറമ്പിൽ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ TPയുടെ വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുന്നത്തെ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചില്ലേ, ഇനി ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ എന്ന് CPIM-ഉം CPI-യും ഒക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. TPയുടെ വിഷയം ഞങ്ങൾ ഇന്നലെ ഉന്നയിച്ചു, ഇന്നും ഉന്നയിക്കും, ഇനി നാളെയും ഉന്നയിക്കും. കാരണം കൊലപാതകികളെ സംരക്ഷിക്കുന്ന പാർട്ടി, കൊലപാതകികൾക്ക് എല്ലാ രീതിയിലും കുടപിടിച്ചു കൊടുക്കുന്ന പാർട്ടി, അക്രമ രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് വോട്ട് ചോദിക്കാനുള്ള അർഹതയില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഷാഫി പറമ്പിൽ. വടകരയുടെ സമസ്ത മേഖലകളിലും ആധിപത്യം ഉറപ്പിച്ച ഷാഫി പറമ്പിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ മുരളീധരന് ലഭിച്ച 84,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തേക്കാൾ വലിയ രീതിയിലുള്ള റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും ഇദ്ദേഹത്തിന് കാത്തിരിക്കുക. അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതിയെന്നാണ് മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ണ് എന്നത് മതേതരത്വത്തിൻ്റെ മണ്ണാണെന്നും തികഞ്ഞ മതേതരവാദിയായ ഷാഫി പറമ്പിലിന് ഇവിടെ നിന്നും ജയിക്കാൻ വളരെ അനായാസം കഴിയുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വടകരയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഷാഫി പറമ്പിൽ ജയിക്കുക എന്ന ആശീർവാദവും അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുകയാണ്.